ഈ മനുഷ്യന്മാരുടെ ആവശ്യമില്ല എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? മനുഷ്യന്മാരുടെ ആവശ്യമുണ്ട്. ഇവിടെ ഒരു മനുഷ്യനുണ്ട്. ഹായ് ഓൾ, നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ്. അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ആ ഇവൻറ്റ്സുകളും എല്ലാം ഗൾഫ് ഫുഡ് ആണെങ്കിൽ ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്നതൊക്കെ ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴുണ്ട് നമ്മുടെ മീഡിയയുമായിട്ടുള്ള റിലേറ്റുള്ള ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ടാണ് മെയിൻ വന്നത്. പിന്നെ ആ സമയത്താണ് നമ്മളിപ്പോൾ നോക്കിപ്പോണ്ട് ദുബായ് പോലീസിൻ്റെ ഒരുപാട് കാസും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ദുബായ് പോലീസിൻ്റെ കാസ് വരുന്നത് ഓഡിയും പോർഷയും ബുഗാട്ടിയും ഡിഫൻഡറും ടെസ്ലയും റോൾസ് റോയ്സൊക്കെയാണ് ഇവർ പോലീസിൻ്റെ വണ്ടിയായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നോക്കിക്കോ, എന്ത് രസമായിട്ടാണ് ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. സംഭവം എന്താ വെച്ചാൽ ടെസ്ല, ഇതാണ് നമ്മുടെ വണ്ടി ടെസ്ല. അപ്പോൾ ഈ ടെസ്ല വരെ ഇവർ ദുബായ് പോലീസിൻ്റെ കാറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മെക്ലറാൻ ഉണ്ട്. പിന്നെ റോൾസ് റോയ്സ് ഇവർ ചെയ്ത് മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ. അതും നമ്പേഴ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 9, 10, പിന്നെ ഇതിൻ്റെ നമ്പർ ഏതൊക്കെ വരുന്നത് 5. ഈ നമ്പേഴ്സിനൊക്കെ ഭയങ്കര വാല്യൂ ആണ് ദുബായിൽ. പിന്നെ അതുകൂടാണ്ട് നമ്മൾ നേരെ ഇനി എക്സ്പോ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് കിടക്കാണ്. അവിടെയാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഇവൻറ്റ് നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സിബിഷൻ ഇതാണ്. അതായത് നമ്മുടെ ടെക്നോളജി, അതായത് നമ്മുടെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. പിന്നെ ഇവർ ഓൾറെഡി ഒരു ബാഡ്ജും കാര്യങ്ങളും ഫ്രീ ആണ് ഈ ബാഡ്ജ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം, ഫ്രീ ആണ് എൻട്രി. ഇവർ ഈ സ്റ്റോൾ ചെയ്യുന്നതും ഇതൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട്. എക്സിബിഷൻ്റെ സ്റ്റാൾസൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കയറുമ്പോൾ തന്നെ നമ്മളെ വലിയ മറ്റേ സ്ക്രീനിങ്ങിന് പറ്റിയ മറ്റേ ഷൂട്ടിങ്ങിന് ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ഗിംബലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ എക്സിബിഷനിൽ വന്നു കഴിഞ്ഞാൽ ഇത് സെയിലിനുള്ളതുണ്ട്. ഇതിൽ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ വലിയ ക്യാമറ വെക്കാനുള്ള സാധനമാണ്. പിന്നെ ഇവരെന്തോ ഇവിടെ കൺട്രോൾ റൂമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പാണിത്. എങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരുപാട് ബ്രോഡ്കാസ്റ്റ് ചാനലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അതിനായിട്ടും കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ന്യൂസ് ചാനൽ ലൈവ് അതൊക്കെ പോകണതിൻ്റെ എങ്ങനെയാണെന്നുള്ളതാണ് ഇവർ കാണിക്കുന്നത്. ഓഡിയോൻ്റെ സെറ്റപ്പുകളാണ്. ഓഡിയോയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എഡിറ്റിങ്ങിനാണെങ്കിൽ അവിടെ നെക്സ്റ്റ് എഡിഷൻ എന്തോ സാധനം വന്നിട്ടുണ്ടല്ലോ, എഡിറ്റിങ്ങിൻ്റെ എന്തോ സാധനം. ഹായ്, this for is editing application or software? Which one? It's basically a complete production system. Everything, the post production, the live production, posting to social, ingesting in one stuff, software, right? in one system. അതായത് ഈ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഹാർഡ്വെയറിൽ ഇവർ ഫുള്ള് സെറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് സ്ട്രീമിംഗ് ആണെങ്കിലും ലൈവ് ആണെങ്കിലും എന്താണെങ്കിലും ഇതിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അവർ പറയുന്നത്. Okay, so if I networking them and then it comes up. Yeah. Thank you. Nice to meet you. Nice to meet you. Take my card. Yeah, sure. And if you look at our YouTube channel on YouTube, you can see there's a lot of I stuff. will check. Yeah. Thank you. Nice to meet you. Thank you. ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആളുടെ പേര് എന്താ വെച്ചാൽ ആദം ലൈനാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളും സോഫ്റ്റ്വെയർസും കാര്യങ്ങളും എല്ലാം ഒരുമിച്ചാക്കാനുള്ള ഒരു സെറ്റപ്പാണത്. ലൈവ് സ്ട്രീമിംഗ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം ഒരു ഹാർഡ്വെയറിൽ അവർ സെറ്റ് ചെയ്ത് തരും. അതാണ് അവർ പറഞ്ഞത്. പക്ഷെ അതിന് 90,000 യൂറോ ആണ് അവർ ചോദിക്കുന്നത് നമുക്ക്. നമ്മൾ വീഡിയോ ബ്ലോഗ്സും ഇതൊക്കെ കാണല്ലേ, TV ചാനൽസ് പറ്റിയ അതിന് പറ്റിയ പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പും കാര്യങ്ങളും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ആളവിടെ ഇരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ലൈവായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് അത് സെറ്റാക്കി വരും. അപ്പോൾ ഈ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു എക്സിബിഷനാണിത്. നിങ്ങൾക്ക് വന്ന് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് അവർ കുറേ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി പോകുന്ന സ്ഥലത്ത് ഇനി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. നമ്മൾ 2 ആളുടെ കോൺടാക്ട്സ് മേടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്ന സംഭവങ്ങളാണ്, നമുക്ക് മേടിക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. ഏതൊരു വലിയൊരു സാധനം വന്നിട്ടുണ്ടല്ലോ,
ഫുജി ഫിലിമാ. ഫുജി ഫിലിമിൻ്റെ അൾട്രാ HD. ഈ ഫുജി ഫിലിമിൻ്റെ 4K വരുന്ന ക്യാമറയാണിത്. ഇതൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ പൊരിക്കില്ല. കിട്ടോ ഇതൊക്കെ നമുക്ക് എടുക്കണ്ടേ? നമുക്കെന്താ വെച്ചാൽ നമുക്ക് നമ്മളെ ആഡ്സും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് മെയിൻ. ഇതിപ്പോൾ ലൈവ് ചെയ്യുന്നവർക്ക്, അതായത് ന്യൂസൊക്കെ ചെയ്യുന്നവർക്കാണ് ഇത് സെറ്റപ്പ് ആവുക അല്ലേ. പക്ഷെ ഇതിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൽ ബാക്ക്ഗ്രൗണ്ട് വേറെടാ. ഇത് ശ്രദ്ധിച്ചാ? ബാക്ക്ഗ്രൗണ്ട് ഇവർ സെറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എനിക്കൊണ്ട് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലേ. നോക്കി നീ ആ പെണ്ണ് ഇരിക്കണതിൻ്റെ 1 2 3 4 സ്ക്രീനാണ് ആ കുട്ടീനെ കാണുന്നത്. ഇപ്പോൾ ഒരെണ്ണം വൈഡ്, ഒരെണ്ണം ക്ലോസ്, ഒരെണ്ണം വേറെ, ഒരെണ്ണം 4 ആംഗിളിലാണ് ഇത് വരുന്നത്. ഭയങ്കര രസമുണ്ട് കേട്ടോ സംഭവം. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്ക്രീനുകൾ, ക്യാമറ, 4 ക്യാമറ ഉണ്ട്. അപ്പോൾ ഒരു ചൈനീസ് ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ യുലാൻസി എന്നാണ് പേര്. അപ്പോൾ ഇവിടെ ഒരുപാട് മൈക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രൈസ് കുറവിന് കണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയപ്പോൾ കണ്ടപ്പോൾ നിന്നാണ്. അപ്പോൾ ആൾ നമുക്ക് പ്രൈസ് നോക്കി തരാണ്. ഇപ്പോൾ ഒരു മൈക്കിൻ്റെ പ്രൈസ് ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര പ്രൈസ് കുറവാണ്, 167 260. അപ്പോൾ ആരെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേൾഡ് ട്രേഡ് സെൻ്ററിലേക്ക് വന്നാൽ ഇന്നാണ് ലാസ്റ്റ് ഡേ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇനി പറ്റുമെന്നുള്ളത് അറിയില്ല. ഇതെന്താണെന്ന് അറിയോ, കൊട പിടിച്ചിട്ട് ആണ് വീഡിയോ എടുക്കുന്നതാണ് സംഭവം. വെയിലത്തൊക്കെ നമുക്ക് പോകുമ്പോൾ ഇത് സംഭവം ക്യാമറ ഉണ്ട് കയ്യിൽ. സംഭവം വെയിലത്തൊക്കെ പോകുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ കൊട പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യാം, അതാണ് സംഭവം. അപ്പോൾ ഇത് ബാക്കിലുള്ളതുകൊണ്ട് നല്ല വൃത്തിയായിരിക്കും. സംഭവം ഓക്കെയാണ്, രസമുണ്ട്. കാരണം നമ്മളതിലേക്ക് വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ റോബോട്ടിക് ക്യാമറ. ഭയങ്കര സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. ഇത് അവർ ഓപ്പറേറ്റ് ചെയ്യണ പോലെയാണ്. ഇവിടെ ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്യാൻ ആളുണ്ട്. ഇനി മനുഷ്യന്മാരുടെ ആവശ്യമില്ല എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായി? വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, മനുഷ്യന്മാരുടെ ആവശ്യമുണ്ട്. ഇവിടെ ഒരു മനുഷ്യനുണ്ട്. പക്ഷെ എന്നാലും അതായത് ഇപ്പോൾ ഒരു ഇവൻറ്റിനൊക്കെ പോകുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഇറക്കി വിട്ടാൽ മതി, തന്നെ കവർ ചെയ്ത് വന്നോളൂ, നമ്മൾ ഓടണ്ട അല്ലേ. സെറ്റപ്പാണല്ലേ. ഇർഫാൻ ഖാൻ ന്യൂസ് ലൈവാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നോക്കട്ടെ. Can I try? Please. So you just press and hold and you will start to doing. Okay. എന്നെ കാണണ്ട ടി വിയിൽ. This is blog. They mix and match home and away. The number one. But there's never an violent exit. They talk shit to each other. They like swear and stuff like that, but only like good morale, not like your team sucks. Your team sucks. Let's do Nice. it. Thank you. You're welcome. I was there for the first time. I How it's work? Camera or So you are asking about this. yeah. So you saw those blue cameras, witness cameras, okay? So this thing is sending infrared pattern. Pattern. Infrared thing, yeah. And then those cameras can see it, and then we're sending those tracking data in Unreal Engine. Okay. Yeah. And for camera we have another tracking, it's Red Spy. And everything is combined, and it's how it works. We're using Unreal Engine, yes. Unreal Engine എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിലാണ് ഇത് ഇവർ ചെയ്തിട്ടുള്ളത്. ക്യാമറയുടെ ഒപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് കൂടെ വരും. താങ്ക് യു. എന്താ ചെയ്യാല്ലേ, ഒരു ടെക്നോളജി ഒന്നുമില്ല. സോക്സർ ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ സംഭവമാണ് ഇത്. മൂവിങ് ക്യാമറയും പ്ലസ് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ആളുടെ സ്ക്രീനും ആളുടെ കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട്.